നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർവകലാശാല വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. എല്ലാ വിസിമാരും ഈ കൂടിക്കാഴ്ചയ്ക്കായി രാജ്ഭവനിൽ എത്തിയിരുന്നില്ല. സാങ്കേതിക സർവകലാശാല, സംസ്കൃത സർവകലാശാലകളിലെ രജിസ്ട്രാർമാരായിരുന്നു വിസിമാർക്ക് പകരം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. നിർണായകമായ കൂടിക്കാഴ്ച, നിർണായകമായ നിർദ്ദേശങ്ങൾ ഗവർണർ, അതായത് ചാൻസലറായ ഗവർണർ വിസിമാർക്ക് നൽകി. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഗവർണർ നിർണായകമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളൊക്കെയാണ് വിസിമാർക്ക് നൽകിയത്. രാജ്യാന്തര നിലവാരത്തിലുള്ള കോഴ്സുകൾ തുടങ്ങണം. സർവകലാശാല ക്യാമ്പസുകൾ മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കണം. എല്ലാ സർവകലാശാല ക്യാമ്പസുകളിലും താമസിച്ച് കുട്ടികളുമായും അധ്യാപകരുമായും താൻ സംവദിക്കും. സെനറ്റ്, സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. സൗകര്യപ്രദമായ സെനറ്റ് യോഗങ്ങൾ നേരിട്ട് പങ്കെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങളും മാർഗങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയായിരുന്നു ഗവർണർ കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ വിസിമാരുമായി പങ്കുവച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു നടന്നത്. ഗവർണർ ഇപ്പോൾ ചാർജ് എടുത്തതേ ഉള്ളൂ. അദ്ദേഹം വിസിമാരെ കാണണമെന്ന് അറിയിക്കുകയായിരുന്നു. അതനുസരിച്ചാണ് വിസിമാർ രാജ്ഭവനിൽ എത്തിയത്. രാജ്ഭവനിൽ വെച്ച് നിർണായകമായ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. തീർച്ചയായിട്ടും ഇനി ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ഏതൊക്കെ മാർഗത്തിലൂടെയാണ് എന്നതും വളരെ ശ്രദ്ധേയമായി അവർ ഉറ്റുനോക്കുന്നതായിരുന്നു. സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരട് UGC വിജ്ഞാപനം ചെയ്തിരുന്നു. ഈ വിജ്ഞാപനം നടന്നതിന് പിന്നാലെയാണ് ഗവർണർ വൈസ് ചാൻസലർ കൂടിക്കാഴ്ച നടന്നത്. കേരളത്തിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം ചാൻസലർ ഗവർണർ ആയതിനാൽ ഫലത്തിൽ VC നിയമനങ്ങളിൽ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ ഉണ്ടാകുമെന്നതും ശ്രദ്ധേയം. 2018 UGC വിജ്ഞാപനത്തിൽ VC നിയമനാധികാരം ആർക്കെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. ഇത് തർക്കത്തിനും കേസുകൾക്കും കാരണമായി. അതിനിടെയായിരുന്നു UGC പരിഷ്കാരങ്ങൾ വരുത്തിയത്. കരടിലെ വ്യവസ്ഥയനുസരിച്ച് ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളാകും സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സൺ ആകുന്നത്. അപേക്ഷകരിൽ നിന്ന് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന 3 or 5 പേരിൽ നിന്ന് ഒരാളെ ചാൻസലർക്ക് VC ആയി നിയമിക്കാം. പുനർനിയമനത്തിനും അനുമതിയുണ്ട്. അതേസമയം UGC മാർഗരേഖ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. അക്കാദമിക പരിചയമില്ലാത്തവരെയും ഇനി സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരാക്കാമെന്ന് UGC. വ്യവസായം, പൊതുഭരണം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നീ രംഗങ്ങളിലെ ഉന്നതരെ VCമാരാക്കാം. അധ്യാപന പരിചയം നിർബന്ധമില്ല. മാനദണ്ഡമായി പറഞ്ഞിരിക്കുന്നത് അതത് മേഖലകളിൽ പ്രാഗൽഭ്യവും പാണ്ഡിത്യവും തെളിയിച്ചിരിക്കണം എന്ന് മാത്രമാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രൊഫസറായോ ഗവേഷണ അക്കാദമിക ഭരണനിർവഹണ സ്ഥാപനത്തിലെ ഉന്നതനായോ 10 വർഷത്തെ പരിചയ സമ്പത്തുള്ളവരെ VCമാരായി പരിഗണിക്കും. 10 വർഷത്തെ അനുഭവ സമ്പത്ത് മാത്രം അടിസ്ഥാനമാക്കി അക്കാദമിക് മേഖലയിലേക്ക് പുറത്തുള്ളവരെയും നിയമിക്കാനും വ്യവസ്ഥയുണ്ട്. അക്കാദമിക മേഖലയ്ക്ക് പുറത്തുള്ളവരെ കോളേജ് അധ്യാപകരാക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിനായി വിദഗ്ധരെ നിയമിക്കാവുന്ന പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നടപ്പാക്കാമെന്നാണ് നിർദ്ദേശം. വിദഗ്ധർ, പ്രൊഫഷണലുകൾ, വ്യവസായികൾ എന്നിവരെയൊക്കെ അധ്യാപകരാക്കാം. അനുവദിക്കപ്പെട്ട തസ്തികയിൽ 10% വരെ ഇത്തരത്തിലുള്ള നിയമനം നടത്താമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും UGC മാർഗരേഖയൊക്കെ തിരുത്തിയിരിക്കുന്നു. പിന്നാലെ ഗവർണർ VCമാരെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്തായാലും VCമാർക്ക് നിർണായകമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഗവർണർ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയ ഗവർണറുടെ പ്രവർത്തന രീതികൾ ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. തുടക്കം തന്നെ സർക്കാരിനെ തിരുത്തുന്ന ഒരു നടപടി ഗവർണർ സ്വീകരിച്ചിരുന്നു. ചുമതല ഏറ്റെടുത്ത ആദ്യ ദിവസം തന്നെ സർക്കാരിനെ നടുക്കുന്ന ഒരു തീരുമാനമായിരുന്നു ഗവർണർ എടുത്തത്. മുൻ ഗവർണറുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ചിലരെ സർക്കാർ രാജ്ഭവനിൽ നിന്നും ഏകപക്ഷീയമായി മാറ്റിയിരുന്നു. മുൻ ഗവർണറുടെ വിശ്വസ്തർ എന്നറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. ഇതോടെ ഗവർണർ DGPയുടെ ചുമതലയുള്ള മനോജ് എബ്രഹാമിനെ വിളിച്ചു വരുത്തി തീരുമാനം തിരുത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആദ്യ നടപടി തന്നെ സർക്കാരിനെ തിരുത്തി ആളിലേക്ക് തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ സർവകലാശാലകളിലും അദ്ദേഹം ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. ചാൻസലർ എന്ന പദവിയും അദ്ദേഹം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും പുതിയ ഗവർണറുടെ നിർദ്ദേശങ്ങളോട് VCമാരുടെ പ്രതികരണം, നിലപാട് എന്തായിരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. മുൻ ഗവർണറുമായി VCമാർ പോരടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലായിരിക്കുമോ ഇനിയും എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.